supposed to feel. ഹലോ ഫ്രണ്ട്സ്, നെക്സാ സിസ്റ്റത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഷിനു എന്നാണ്. ഞാൻ CCNA, RHC, MCATP അതുപോലെയുള്ള കോഴ്സുകളിലൊക്കെ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. പിന്നീടാണ് ഞങ്ങൾ 2013 നെക്സാ സിസ്റ്റം എന്നുള്ള ഒരു സെക്യൂരിറ്റി സിസ്റ്റം കമ്പനി സ്ഥാപിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 2013 മുതൽ ഈ കമ്പനി ഇപ്പോഴും റണ്ണിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ആ ഒരു കോഴ്സൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ എത്തിക്കൽ ഹാക്കിങ്ങിലും ട്രെയിനിങ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ CCTVയുടെ കേസിനകത്തും ഇതുപോലെ തന്നെ ഹാക്കിങ്ങിൻ്റെ ഒരു കേസ് ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാമെന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ പ്രമുഖ ബ്രാൻഡ് CCTV നിർമ്മാതാക്കളെല്ലാം തന്നെ ചൈനയിലാണ് CCTV പ്രോഡക്റ്റ് പൂർണ്ണമായോ, അതായത് ക്യാമറകളോ DVRോ അതുപോലുള്ള കമ്പോണൻസ് പൂർണ്ണമായോ ഭാഗികമായോ നിർമ്മിക്കുന്നത് ചൈനയിൽ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ പ്രമുഖ ബ്രാൻഡുകളായിട്ടുള്ള ഹിക്വിഷൻ, ദഹുവ അങ്ങനെയുള്ള കമ്പനികളെല്ലാം തന്നെ പ്യുവർലി ചൈനീസ് ബ്രാൻഡാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ നിയമം അനുസരിച്ച് നമ്മുടെ ഇന്ത്യയിൽ തന്നെ അത് അസംബിൾ ചെയ്യണമെന്ന്, അതായത് ഇന്ത്യയിൽ നിർമ്മിച്ച പ്രോഡക്റ്റ് മാത്രമേ നമുക്ക് വിതരണം ചെയ്യാൻ പറ്റുന്നൊരു നിയമം ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ കമ്പനികളും ഇപ്പോൾ നമുക്ക് വരുന്നത് മേക്കിംഗ് ഇന്ത്യയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് CCTV ക്യാമറയുടെ ബോക്സ് എടുത്ത് നോക്കിയാൽ അതിൻ്റെ മുകളിൽ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ ഈ കാര്യം എന്തിനാണ് ഈ ഹാക്കിങ്ങിൻ്റെ കേസിനകത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു രാജ്യത്തിരിക്കുന്ന ഒരു ആൾക്ക്, ഇപ്പോൾ നമ്മൾ ഒരു സാധാരണ വീട്ടിൽ വെച്ചിരിക്കുന്ന ക്യാമറ ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രത്തോളം താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ വീട്, നമ്മുടെ ചെറിയൊരു ഷോപ്പ്, നമ്മുടെ ഏതെങ്കിലും ഒരു പറമ്പ്, ഇവിടെയൊക്കെ നമ്മളൊരു ക്യാമറ വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇൻ്റർനാഷണൽ ഏജൻസിയുടെയോ അല്ലെങ്കിൽ ഒരു ബാങ്കിൻ്റെയോ ഒരു ഗവൺമെൻറ് ഏജൻസിയുടെയോ ഒന്നും അല്ലാത്ത സ്ഥിതിക്ക് അതൊന്നും ഹാക്ക് ചെയ്തിട്ട് അതൊന്നും ഈ ചൈനക്കാരനോ അല്ലെങ്കിൽ അമേരിക്കക്കാരനോ ജപ്പാൻകാരനോ ഒന്നും കിട്ടാനില്ല. നമ്മുടെ ക്യാമറ സിസ്റ്റം നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മുടെ അയൽപക്കത്തുള്ള, നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള, നമ്മളോട് ശത്രുതയുള്ളതെങ്കിലും ആകാം അങ്ങനെയുള്ള ആളുകൾ. അല്ലെങ്കിൽ ശത്രുത ഉണ്ടാകണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. കാരണം ചിലപ്പോൾ മറ്റവൻ്റെ വീടും പരിസരമൊക്കെ ഒന്ന് കാണാനോ അല്ലെങ്കിൽ ഒരു രസത്തിനൊക്കെ നമ്മൾ ഹാക്ക് ചെയ്യുന്ന പലരും ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകളിൽ നിന്നാണ് നമ്മൾ നമ്മുടെ CCTV നെറ്റ്വർക്ക് സൂക്ഷിക്കേണ്ടതെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അപ്പോൾ ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അൺഓതറൈസ്ഡ് ആക്സസ് ആണ്. അൺഓതറൈസ്ഡ് ആക്സസ് ടു എ നെറ്റ്വർക്ക്, നമ്മുടെ നെറ്റ്വർക്കിലേക്കുള്ള ഒരു അൺഓതറൈസ്ഡ് ആക്സസിനെയാണ് ഹാക്കിംഗ് എന്ന് പറയുക. ഇതിൽ പല പല ഹാക്കിംഗ് മെത്തേഡുകളുണ്ട്. അപ്പോൾ ഇതൊന്നും ഞാൻ ഇതിനകത്ത് പറയുന്നില്ല. നമ്മൾക്ക് എങ്ങനെ ഈ ഹാക്കിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ CCTV ക്യാമറ നമ്മൾ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതൊരു ഹാക്കർക്കും നമ്മുടെ ലോക്കലി ഇരിക്കുന്ന, നമ്മുടെ വീടിൻ്റെ ഉള്ളിലിരിക്കുന്ന DVRലേക്ക് അല്ലെങ്കിൽ ക്യാമറയിലേക്ക് വരാൻ പറ്റുന്ന ഒറ്റ മാർഗ്ഗം മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ മോഡമാണ്. നമ്മുടെ മോഡം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഗേറ്റ് വേ ആണ്. അപ്പോൾ ഇൻ്റർനെറ്റ് തരുന്ന സമയത്ത് അവർ തരുന്ന യൂസർ ഐ ഡിയും പാസ്വേഡ് എന്ന് വെച്ചാൽ ഒരു സാധാരണ എല്ലാവർക്കും കൊടുക്കാറുള്ളൊരു യൂസർ ഐ ഡിയും പാസ്വേഡും ആയിരിക്കും. അപ്പോൾ ആ യൂസർ ഐ ഡിയും പാസ്വേഡൊക്കെ നിങ്ങൾ ചുമ്മാ ഗൂഗിളിൽ ഡീഫോൾട്ട് യൂസർ ഐ ഡി പാസ്വേഡ് ഓഫ് എയർടെൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എയർടെലിൻ്റെ യൂസർ ഐ ഡിയും പാസ്വേഡും ഡീഫോൾട്ടായിട്ടുള്ള ചിലപ്പോൾ കാണാൻ പറ്റിയിരിക്കും. അതുപോലെ ഡീഫോൾട്ട് യൂസർ ഐ ഡി ആൻഡ് പാസ്വേഡ് ഓഫ് ജിയോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുക്കുന്ന ആളുകളിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസർ ഐ ഡിയും പാസ്വേഡും നമ്മുടേതാക്കി മാറ്റുക. ആ നമ്മുടേതാക്കി മാറ്റുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒരു കോംപ്ലക്സ് യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുക്കാൻ വേണ്ടി നോക്കണം. അപ്പോൾ യൂസർ ഐ ഡി ചിലപ്പോൾ മാറ്റാൻ പറ്റിയേക്കില്ല, കാരണം അഡ്മിൻ വല്ലതും ആയിരിക്കും. പക്ഷേ പാസ്വേഡ് നമുക്ക് എന്താണെങ്കിലും ഇഷ്ടമുള്ളത് കൊടുക്കാൻ പറ്റും. അപ്പോൾ പാസ്വേഡ് നമ്മളൊരു ഹൈലി കോംപ്ലക്സ് പാസ്വേഡ് കൊടുക്കുക. ഒരിക്കലും അതൊരു വണ്ടിയുടെ നമ്പറോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തോ എല്ലാവരും കൊടുക്കുന്ന കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്. സേഫായിട്ട് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയുള്ളതൊന്നും കൊടുക്കാതിരിക്കുക. ആർക്കും നമ്മൾ മോണിറ്റർ വെച്ചിട്ട് അത് അല്ലെങ്കിൽ TV വെച്ചിട്ട് നമ്മൾ DVR നേരിട്ട് കുത്തിയിട്ട് നമ്മൾ നോക്കുന്ന യൂസർ ഐ ഡിയും പാസ്വേഡും, ഇത് രണ്ടും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു കോംപ്ലക്സ് യൂസർ ഐ ഡിയും പാസ്വേഡുമായിട്ട് സെറ്റ് ചെയ്യാം. പക്ഷേ ഞാൻ പല സ്ഥലങ്ങളിലും ഞാൻ മാത്രമല്ല ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന ആരും ഒരു കോംപ്ലക്സ് യൂസർ ഐ ഡിയും പാസ്വേഡും സെറ്റ് ചെയ്യണമെന്ന് ഈ നമ്മൾ വെക്കാൻ പോകുന്ന കസ്റ്റമറോട് പൊതുവേ പറയാറില്ല. കാരണം മിക്ക സ്ഥലത്തും ഞങ്ങൾ ഇൻസ്റ്റലേഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളല്ലേ പാസ്വേഡ് ഒന്ന് ലാസ്റ്റ് ടൈം നിങ്ങളുടെ ടെക്നീഷ്യൻ വന്നപ്പോൾ പാസ്വേഡ് മാറ്റിയായിരുന്നല്ലോ, അത് കഴിഞ്ഞ് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അതായത് ഇത് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് പല കസ്റ്റമറും കാണുവാണ്.
എനിക്ക് തോന്നുന്നില്ല ഒരു ടെക്നീഷ്യനും ഒരാളുടെയും യൂസർ ഐ ഡിയും പാസ്വേഡും സൂക്ഷിച്ച് വയ്ക്കുന്നത്. ഇപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് യൂസർ ഐ ഡിയും പാസ്വേഡും DVRൻ്റെ മോണിറ്റർ കുത്തിയിട്ട് കൊടുക്കുന്ന DVRൻ്റെ യൂസർ ഐ ഡിയും പാസ്വേഡും ഡീഫോൾട്ടായിട്ട് ഞാൻ എപ്പോഴും സെറ്റ് ചെയ്യാറുണ്ടായിരുന്ന കാരണം എന്ന് വെച്ചാൽ, നമ്മളൊരു സർവീസിന് വേണ്ടി ആ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ ചെന്ന് കഴിയുമ്പോൾ അവരെങ്ങും ആ യൂസർ ഐ ഡിയും പാസ്വേഡും എഴുതി വെച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ പല പ്രാവശ്യങ്ങളായിട്ട് നമുക്കിങ്ങനെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ തന്നെ എന്ത് ചെയ്യുന്നു, അത് സാധാരണ നമ്മളെപ്പോഴും കൊടുക്കാറുള്ള യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുക്കും. അപ്പോൾ അതിന് പകരം നിങ്ങളായിട്ട് അത് എന്ത് ചെയ്യുക, മാറ്റിയ ശേഷം നിങ്ങൾ എവിടെയെങ്കിലും ഡയറിയിൽ എഴുതി വെക്കുക. ഞങ്ങൾ വരുമ്പോഴത്തേക്ക് നമുക്കത് തരണം, എന്നാലേ നമുക്കത് സർവീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ ഈ DVR ഒന്നില്ലെങ്കിൽ നമ്മൾ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോകേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് അതിൻ്റെ പാസ്വേഡ് ക്രാക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും യൂസർ ഐ ഡിയും പാസ്വേഡും നിങ്ങൾ മാറ്റിയിട്ട് സുരക്ഷിതമായിട്ട് അത് എവിടെയെങ്കിലും എഴുതി വെക്കാൻ വേണ്ടി മറന്നു പോകരുത്. അപ്പോൾ ഞാനിനി നിങ്ങൾ യൂസർ ഐ ഡിയും പാസ്വേഡും മാറ്റുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം. വാ. അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു DVR ഇവിടെ മോണിറ്ററിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഇപ്പോൾ ഞാൻ ക്യാമറ ഒന്നും കണക്ട് ചെയ്തിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇവിടെ നോ വീഡിയോ എന്ന് കാണിക്കുന്നത്. ഇപ്പോൾ ഇത് ജസ്റ്റ് ഒരു ടെമ്പററി പർപ്പസിന് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ ഈ കോൺഫിഗറേഷൻ, ഒരു ഗിയറിൻ്റെ പടം കണ്ടോ, ഈ കോൺഫിഗറേഷനുള്ള ഈ ഒരു ടാബിലേക്ക് വരിക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് യൂസർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണിക്കും, ലെഫ്റ്റ് സൈഡിലായിട്ട് യൂസർ. അപ്പോൾ ഇപ്പോൾ ഞാൻ യൂസർ എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ടുണ്ട്. യൂസറിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ അഡ്മിൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്യുന്നത് ഈ അഡ്മിൻ എന്ന് പറഞ്ഞ ഡീഫോൾട്ട് യൂസറിലാണ്. അപ്പോൾ ഇതിൻ്റെ പാസ്വേഡ് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ പാസ്വേഡ്, ഇപ്പോൾ കറണ്ട് പാസ്വേഡ് എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ കറണ്ട് പാസ്വേഡ് എൻ്റർ ചെയ്യാം. ഞാനിപ്പോൾ കറണ്ട് പാസ്വേഡ് എൻ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ നമുക്കിനി പുതിയൊരു പാസ്വേഡ് ഇവിടെ അടിക്കാനുള്ളൊരു വിൻഡോ വരും. അപ്പോൾ അവിടെ നമുക്ക് പുതിയ പാസ്വേഡ് എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ പുതിയ പാസ്വേഡ് എൻ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഓക്കെ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പാസ്വേഡ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് പുതിയ പാസ്വേഡ് ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ NVR ആണ് കണക്ട് ചെയ്ത് വെച്ചേക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇതുപോലെ പാസ്വേഡ് മാറ്റിക്കളയരുത്. NVRൻ്റെ പാസ്വേഡ് മാറ്റിക്കഴിഞ്ഞാൽ എല്ലാ IP ക്യാമറകളും ഡിസ്കണക്റ്റ് ആയി പോകും. കാരണം IP ക്യാമറകൾക്ക് നമ്മുടെ NVRൽ നിന്ന് വരുന്ന പാസ്വേഡാണ് സെറ്റ് ചെയ്യുക ഡീഫോൾട്ടായിട്ട്. അപ്പോൾ നമ്മൾ പാസ്വേഡ് മാറ്റി കഴിയുമ്പോൾ ചിലപ്പോൾ IP ക്യാമറകളിൽ മാനുവലായിട്ടുള്ള എഡിറ്റിംഗ് ചെയ്യേണ്ടി വന്നേക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ IP ക്യാമറ ഒക്കെ ഡിസ്കണക്റ്റഡ് ആവും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം ചെയ്യേണ്ടത് ഞാൻ IP ക്യാമറകൾക്ക് വേണ്ടിയിട്ടല്ല, DVR വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടി ഒരു സിമ്പിൾ പാസ്വേഡാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ സെക്യൂരിറ്റിയുടെ സ്ഥലത്ത് വീക്ക് പാസ്വേഡ് എന്ന് കാണിക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ ഒരു വിൻഡോയിൽ തന്നെ നിൽക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ടോപ്പിലായിട്ട് പാസ്വേഡ് റീസെറ്റിംഗ് ഇമെയിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരുന്നല്ലോ പാസ്വേഡ് എവിടെയെങ്കിലും എഴുതി വെക്കണം. ഇൻ കേസ് ഇനിയിപ്പോൾ എഴുതി വെച്ചിട്ടും അത് കാണാതെ പോയി അല്ലെങ്കിൽ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെയിൽ ID നമുക്കിവിടെ നേരത്തെ കൊടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മെയിൽ IDയിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരും. ആ രീതിയിൽ നമുക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഓപ്ഷനാണ്. അതുകൊണ്ട് എല്ലാവരും പാസ്വേഡ് സ്ട്രോങ് ആയിട്ട് കൊടുക്കുന്നവരെല്ലാവരും തന്നെ ഇവിടെ പാസ്വേഡ് റീസെറ്റിംഗ് ഇമെയിലും കൂടെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ ഇനി പാസ്വേഡ് മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എക്സാമ്പിൾ കാണിക്കുന്ന ഹൈലുക്ക് എന്നുള്ളൊരു ആപ്പാണ്. ഹൈലുക്ക് ആപ്പ് ഓപ്പൺ ചെയ്യാം. ഹൈലുക്ക് ആപ്ലിക്കേഷൻ പോലെ തന്നെ നമുക്ക് ഹിക് കണക്റ്റിൽ മാറ്റാം, ഈസ്ബിസിൽ മാറ്റാം. എല്ലായിടത്തും ഒരേ രീതിയിൽ തന്നെയാണ് പാസ്വേഡ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഹൈലുക്ക് ആപ്ലിക്കേഷനിൽ ഇവിടെ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മോർ എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കും. അപ്പോൾ ഈ മോർ എന്ന് പറയുന്ന ഈ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ട് മാനേജ്മെൻറ്റിൽ പോകാം. അതായത് മൂന്നാമത്തെ ഓപ്ഷനാണ് അക്കൗണ്ട് മാനേജ്മെൻറ്റ്. അപ്പോൾ അക്കൗണ്ട് മാനേജ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ഒരു വിൻഡോയിലേക്ക് വരും. അപ്പോൾ ഈ ഒരു പേജിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ചേഞ്ച് പാസ്വേഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ചേഞ്ച് പാസ്വേഡിൽ ക്ലിക്ക് ചെയ്യുന്നു. എൻ്റെ പഴയ പാസ്വേഡ് ഞാൻ എൻ്റർ ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ പഴയ പാസ്വേഡ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ നമ്മളോട് പറയും പുതിയ പാസ്വേഡ് എന്താണ്. ഇപ്പോൾ ഞാനിവിടെ ഒരു കോംപ്ലക്സ് പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഫിനിഷ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യാം. ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പാസ്വേഡ് ചേഞ്ച് എന്നൊരു മെസ്സേജ് കാണിക്കും. അപ്പോൾ ഇനി നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ പുതിയ പാസ്വേഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ മൾട്ടിപ്പിൾ മൊബൈലിൽ സെയിം യൂസർ ഐഡിയും പാസ്വേഡും കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓട്ടോമാറ്റിക് നിങ്ങൾ ലോഗൗട്ട് ആയി പോയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ പുതിയ യൂസർ ഐഡിയും പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമ്മുടെ DVR അല്ലെങ്കിൽ നമ്മുടെ CCTV ക്യാമറ സിസ്റ്റം സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ഈ മാനുഫാക്ചർ തന്നെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് DVRൻ്റെ ഉള്ളിൽ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഗിയറിൻ്റെ സിമ്പലിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നെറ്റ്വർക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നെറ്റ്വർക്കിനകത്ത് ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാം ഹിക് കണക്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഹിക് കണക്റ്റിലാണ് നമ്മൾ DVR ഓൺലൈൻ ആക്കുന്ന സമയത്ത് ഈ ടിക്കല്ലേ നമ്മൾ ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് സ്ട്രീം എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതായത് വീഡിയോ
എൻക്രിപ്റ്റ് ചെയ്യണോ വേണ്ട എന്നുള്ളതാണ്. സ്ട്രീം എൻക്രിപ്ഷൻ എന്നുള്ള ടിക്ക് എല്ലാവരും ഇടുക. അപ്പോൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടെ സേഫായിട്ട് വീഡിയോ ഇൻ്റർനെറ്റിലൂടെ എൻക്രിപ്റ്റഡ് ആയിട്ടായിരിക്കും പോവുക. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇവിടെ ഒരു വെരിഫിക്കേഷൻ കോഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു കണ്ണിൻ്റെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് അടിച്ച് കഴിഞ്ഞാൽ ഇത് കാണും ആ വെരിഫിക്കേഷൻ കോഡ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ വെരിഫിക്കേഷൻ കോഡ്. ഇതൊരു ഡൈനാമിക് കോഡാണ്. അപ്പോൾ നമ്മളിത് സാധാരണ കേസിൽ മാനുവലായിട്ടാണ് ഇടാറുള്ളത്. കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഫോണിൽ നിന്ന് ഈ DVR ഡിലീറ്റ് ആയി പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സീരിയൽ നമ്പറൊക്കെ വെച്ച് ആഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കോഡ് ചോദിക്കും. അപ്പോൾ ഡൈനാമിക്കായിട്ട് കിടന്നു കഴിഞ്ഞാൽ നമുക്കിത് ഈ മോണിറ്ററിൽ വന്ന് നോക്കിയിട്ട് വേണം എപ്പോഴും നമുക്കിത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വെരിഫിക്കേഷൻ കോഡ് എന്ന് പറയുന്നത് സാധാരണ കേസിൽ എല്ലാവരും ഒരു നമ്പറൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ആ നമ്പറിന് പകരം കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള എന്തെങ്കിലും നമ്പർ ക്യാരക്ടർ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറേ കൂടെ സേഫ് ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് മറ്റുള്ള ആളുകൾക്ക് ഈ DVR വളരെ എളുപ്പം ഇതിൻ്റെ സീരിയൽ നമ്പർ കിട്ടിയാലും ആഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ വെരിഫിക്കേഷൻ കോഡ് കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ DVR ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ ഹിക്വിഷൻ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ പ്രോഡക്റ്റുകളാണ് ഞാൻ പല ദിവസങ്ങളിലും വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് എക്സാമ്പിൾസ് ആയിട്ട് എടുക്കുന്നത്. ഈ ഹിക്വിഷൻ ബ്രാൻഡ് എനിക്ക് യാതൊരു പൈസ തന്നിട്ടല്ല ഞാൻ അവരുടെ ഈ ഒരു ക്യാമറകളും DVR ഒക്കെ ഇങ്ങനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഹിക്വിഷൻ എന്ന് പറഞ്ഞ വേൾഡിൽ തന്നെ ഒരു ലീഡിങ് ബ്രാൻഡാണ്. അപ്പോൾ കൂടുതൽ ആളുകൾ ഇപ്പോൾ 100 പേരിൽ ഒരു 80% ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഹിക്വിഷൻ എന്നുള്ള പ്രോഡക്റ്റ് ആയതുകൊണ്ട് എൻ്റെ വീഡിയോ കൂടുതൽ ആളുകൾ കാണുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു പ്രോഡക്റ്റ് തന്നെ എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അല്ലാതെ എനിക്കാരും ഇക്വേഷൻ്റെ ആൾക്കാരും പൈസ തന്നിട്ടൊന്നുമല്ല. അപ്പോൾ നമ്മൾ ഈ ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട്, സ്നാപ്ഡീൽ പോലെയുള്ള ഓൺലൈൻ വെബ്സൈറ്റിലൊക്കെ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ 500 രൂപ 600 രൂപയ്ക്കൊക്കെ നമുക്ക് പല ക്യാമറകളും കാണും. അപ്പോൾ ഈ ടൈപ്പ് ക്യാമറകളൊക്കെ നമ്മൾ കൊണ്ടുപോയി പർച്ചേസ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന് ഒന്നാമതായിട്ട് അതിന് ഗ്യാരണ്ടിയൊന്നും ആരും കൊടുക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതുപോലുള്ളൊരു പ്രോഡക്റ്റ് നമ്മൾ വീട്ടിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മോസ്റ്റ് വൾണറബിൾ ടു ഹാക്കേഴ്സ്. അതായത് അതിനുള്ളിൽ ഒരു സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഒന്നും അങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാത്ത സ്ഥിതിക്ക് നമ്മുടെ ഈ ഹാക്കേഴ്സിനെ അറ്റാക്ക് ചെയ്ത് വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലായിരിക്കും. അതായത് ഒരു പ്രമുഖ ബ്രാൻഡിൻ്റെ ക്യാമറകളോ DVR ഒക്കെയാണ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു പ്രമുഖ ബ്രാൻഡിന് അവരുടെ ബ്രാൻഡ് വാല്യൂ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഹിക്വിഷൻ്റെ DVR ഹാക്ക് ചെയ്തു അല്ലെങ്കിൽ CP+ൻ്റെ DVR ഹാക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പത്രത്തിൽ വരുന്നതൊന്നും അവരെ സംബന്ധിച്ച് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അപ്പോൾ പേരറിയാത്ത ഒരാളെ സംബന്ധിച്ച്, പേരറിയാത്ത ഒരു കമ്പനിയെ സംബന്ധിച്ച്, ആൾക്കും ആരെയും പരിചയമില്ലാത്തൊരു കമ്പനിയെ സംബന്ധിച്ച് അങ്ങനെ അവരുടെ ഒരു പ്രോഡക്റ്റ് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവർ നാളെ വേറൊരു പേരിട്ട് ഇങ്ങോട്ട് ഇറക്കിക്കൊണ്ടുവരും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ബ്രാൻഡ് വാല്യൂ ഉള്ള പ്രോഡക്റ്റ് തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ പ്രമുഖ ബ്രാൻഡുകളായിട്ടുള്ള കമ്പനികൾക്കൊക്കെ ഒരു ഹാക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയുണ്ട്, അവരുടെ സ്വന്തം ഹാക്കേഴ്സ്. അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുക. അതായത് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ തന്നെ പ്രോഡക്റ്റിന് എന്താണ് ഇഷ്യൂ, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, മറ്റുള്ള ഹാക്കർമാർ ഇതിലേക്ക് അറ്റാക്ക് ചെയ്ത് ഇതിനെ ഹാക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോ എന്നൊക്കെ അവർ തന്നെ പരീക്ഷിക്കും. അതിനുശേഷം ആ ഒരു വൾണറബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു പോസിബിലിറ്റി അവർ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ തടയാനുള്ള മാർഗ്ഗങ്ങൾ അവർ തന്നെ നോക്കിയിട്ട് ആ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യും. അങ്ങനെയാണ് ഈ ഫേംവെയറിൻ്റെ അപ്ഡേഷൻസ് പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഇസ്വിസിൻ്റെ ഒരു ക്യാമറയുടെ കാര്യം കഴിഞ്ഞ ദിവസം പരിചയപ്പെടുത്തി നിങ്ങളെ ഞാൻ കാണിച്ചു തന്നു എങ്ങനെയാണ് അത് അപ്ഡേറ്റ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അതുപോലെ നമുക്ക് തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും പുതിയ സോഫ്റ്റ്വെയറിലേക്ക്. അതായത് അവരുടെ തന്നെ പുതിയ വേർഷനിലേക്ക് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെയുള്ളൊരു അപ്ഡേഷൻ വരിക എന്ന് വെച്ചാൽ ഒരു പ്രമുഖ ബ്രാൻഡുകളുടെ മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള അപ്ഡേഷൻസ് വരുള്ളൂ. അപ്പോൾ നമ്മൾ ഇൻസ്റ്റലേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കുറഞ്ഞ പ്രോഡക്റ്റ് വെക്കാതെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റ് വെക്കുക. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വെക്കുന്ന ഈ പ്രോഡക്റ്റ് മറ്റുള്ളവർക്ക് എളുപ്പം ഹാക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പ്രോഡക്റ്റ് ആയിരിക്കണം എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ എനിക്ക് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. ഇതുപോലുള്ള സബ്ജക്റ്റുകളൊക്കെ താല്പര്യമുള്ള ആളുകളിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.